Hello everyone. OET Reading ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. എസ്പെഷ്യലി പാർട്ട് എ ഓഫ് റീഡിംഗ്. പല സ്റ്റുഡൻസും പറയാറുണ്ട് കമ്പയർഡ് ടു പാർട്ട് സി, പാർട്ട് എ ഈസി ആണെങ്കിൽ പോലും ടൈം മാനേജ്മെൻറ്റ് ഒരു മേജർ കൺസേൺ തന്നെയാണ്. So, in this video, I am going to discuss a strategy that you can try out which will help you manage time. Part A of reading, you time manage cheyan matramalla ee video sahayikka, but it will also tell you what is the technique that you can try and follow. Ee part A solve cheyan pala methods undu. In this video, I am going to share one of the most popular methods that many of our students use. അപ്പം ഈ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതുപോലെ തന്നെ പല ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ടു സോൾവ് പാർട്ട് എ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇനി ഇതിൻ്റെ തുടർച്ചയായി ചെയ്യും. സോ യു ക്യാൻ വാച്ച് ഓൾ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് ദെൻ ഡിസൈഡ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മെത്തേഡ് ടു സോൾവ് റീഡിംഗ് പാർട്ട് എ. This method that I'm going to introduce today is called as text 1581. അപ്പോൾ എന്താണ് ഈ ടെക്സ്റ്റ് 1581 എന്നറിയണമെങ്കിൽ ആദ്യം OET റീഡിംഗ് പാർട്ട് എയിലെ ഒരു ഫോമാറ്റ് ക്വിക്ക്ലി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇൻ റീഡിംഗ് പാർട്ട് എ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക സോൾവ് ചെയ്യാൻ. ക്വസ്റ്റ്യൻസ് 1 to 7 മാച്ചിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്വസ്റ്റ്യൻസ് 8 to 14 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസ് 15 to 20 കംപ്ലീഷൻ ടാസ്ക് അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ടൈപ്സ് ചെയ്യേണ്ട ഓർഡറും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് 4 ടെക്സ്റ്റ് ഉണ്ടാവുക. ടെക്സ്റ്റ് എ ബി സി ഡി. സോ ഏത് രീതിയിലാണ് നിങ്ങൾ പാർട്ട് എ സോൾവ് ചെയ്യേണ്ടത്? അപ്പം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ടെക്സ്റ്റ് 1581. എന്താണ് ഈ ടെക്സ്റ്റ് 1581 എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്? ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് സ്റ്റെപ്പ് നമ്പർ 1 സ്റ്റാർട്ട് റീഡിങ് ദ ടെക്സ്റ്റ്. സോ നമ്മൾ ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, സി ആൻഡ് ഡി ഈ 4 ടെക്സ്റ്റ് നമ്മൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് വായിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് നമ്പർ 2 ഇസ് 15 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 15 to 20 ആദ്യം സോൾവ് ചെയ്യുക എന്നതാണ്. വിച്ച് മീൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഫേവറേറ്റ് മെത്തേഡാണിത്. 4 ടെക്സ്റ്റും വായിച്ച ഉടനെ അവർ നേരെ question number 15 പോകും. So solving questions 15 to 20 is step number 2. Step number 3 is 8 എന്ന് പറഞ്ഞാൽ 15 to 20 എന്ന് fill in the blanks സോൾവ് ചെയ്ത ഉടനെ തന്നെ അവർ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. അതായത് ക്വസ്റ്റ്യൻസ് 8 to 14 അതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3. And the last step is called 1, which means you solve the remaining questions, which is questions 1 to 7 മാച്ചിങ് ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് സോൾവ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയാലോ? വെൽ, ലെറ്റ്സ് ലുക്ക് ആറ്റ് എ ടെക്സ്റ്റ്. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വായിക്കുകയാണ്. സോ ഐ എം ടേക്കിംഗ് യു ടു ദി ടെക്സ്റ്റ്. സോ ദിസ് ഇസ് ടെക്സ്റ്റ് എ ആൻഡ് ഇറ്റ് സേസ് ഹൈഡ്രേഷൻ ഇൻ ദി എൽഡർലി ഇൻ റെസിഡൻഷ്യൽ കെയർ. ടെക്സ്റ്റ് എയുടെ ഹെഡിങ് എന്താണ്? റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡീഹൈഡ്രേഷൻ ഇൻ ദി എൽഡർലി. സോ പല സ്റ്റുഡൻസും പറയാറുണ്ട് യു നീഡ് ടു സ്കിം ആൻഡ് സ്കാൻ. ഓഫ് കോഴ്സ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്ത് സ്കിമ്മ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനും ഈ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, കാരണം നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് 1 to 20 4 ടെക്സ്റ്റിൻ്റെ പല ഭാഗത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ക്വിക്ക്ലി സ്കിമ്മ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റില്ല. So what I would recommend is use the first 2 to 3 minutes to read the 4 texts in detail. Text A, B, C and D നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കുന്ന അതേ സമയം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന വേർഡ്സ് ഇൻഫർമേഷൻ അണ്ടർലൈൻ ചെയ്യുക, സർക്കിൾ ചെയ്യുക ആൻഡ് പുൾ ഔട്ട് ദ ഇൻഫർമേഷൻ. സോ ഐ എം ഗോയിങ് ടു ഷോ യു വാട്ട് ഐ മീൻ ബൈ പുള്ളിങ് ഔട്ട് ദ ഇൻഫർമേഷൻ. ലുക്കിംഗ് ആറ്റ് ടെക്സ്റ്റ് എ, ഫസ്റ്റ് പാരഗ്രാഫ് സേസ്, of course the text is about risk factors for dehydration in the elderly. Okay. Right, so it says older people are vulnerable to dehydration due to physiological changes, aging process and can be complicated by disease states, mental, physical frailty. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. And then we move on to point number 1. First point അവർ പറയുന്നത് age related changes.
So ഇവിടെ ഞാൻ pull out ചെയ്തിട്ട് I'm writing age across here. So that age related ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എനിക്കറിയാം ടെക്സ്റ്റ് എയിലെ ഈ സെക്കൻഡ് പാരഗ്രാഫിലാണ് ഇൻഫർമേഷൻ ഉള്ളത്. Reduced sensation of thirst more pronounced in those with Alzheimer's disease. So Alzheimer's പറഞ്ഞാൽ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. സോ ഇവിടെ ഞാനൊന്ന് Alzheimer's എന്ന് നോട്ട് ചെയ്യുന്നു ബിക്കോസ് ഐ തിങ്ക് ദിസ് മൈറ്റ് ബി ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. സോ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ, ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഏജ് റിലേറ്റഡ് ചേഞ്ചസ്, ഡീഹൈഡ്രേഷൻ ഒരു മെയിൻ ഫാക്ടറാണ്. അതേപോലെ തന്നെ ഇറ്റ് ഇസ് മോർ പ്രൊനൗൺസ്ഡ് in those with Alzheimer's disease and those who have had a stroke. പിന്നെ പറയുന്നത് thirst in older people may not be relied on as an indicator of dehydration. Next paragraph, reduced renal function. അതാണ് സെക്കൻഡ് റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നത്, reduced renal function. അതിലെന്തൊക്കെയാണ് അവർ മെൻഷൻ ചെയ്യുന്നത്? ഡിഫിക്കൽട്ടീസ് വിത്ത് swallowing, dementia and poorly controlled diabetes. ഇതൊക്കെയാണ് associated with poor hydration. Renal function, reduced renal functionൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. Difficulties with swallowing, dementia and poorly controlled diabetes. So ഇവിടെ we'll make a note as swallowing. Okay. Next paragraph. Point number 3 says, likelihood of dehydration may also be exacerbated by medications including diuretics. Incontinence predisposes people to dehydration. അപ്പോൾ ഇൻകോണ്ടിനൻസും കൂടി മേ ബി ഒരു ഡിഫിക്കൽട്ട് ലോങ് വേർഡ് ആയതുകൊണ്ട് ഐ വിൽ പുൾ ഇറ്റ് ഔട്ട് ആൻഡ് മേക്ക് നോട്ട്സ്. സോ പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്. Writing down points and pulling out information is a very, very important part when it comes to going through the text. നമ്മൾ ഈ ടെക്സ്റ്റ് ഡീറ്റെയിൽ ആയി വായിക്കുമ്പോൾ തന്നെ ഇത്രയും ഇൻഫർമേഷൻ പുൾ ഔട്ട് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ ഫർദർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. ആൻഡ് ദ ലാസ്റ്റ് പാരഗ്രാഫ്, പോയിന്റ് നമ്പർ 4 says, poor oral intake of fluids can be related to inability to feed independently and poor availability and access to fluids. അപ്പോൾ അതർ റീസൺസ് ആണിത്. ഇൻഎബിലിറ്റി ടു ഫീഡ് ഇൻഡിപെൻഡൻ്റ്ലി, റെസിഡൻഷ്യൽ കെയർ സെറ്റിംഗിൽ ഇനാഡ്യൂക്കേറ്റ് സ്റ്റാഫ് ട്രെയിനിങ് ആൻഡ് ലാക്ക് ഓഫ് അവെയർനെസ്. സോ സ്റ്റാഫ് എന്നൊരു വേർഡ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. സോ യു ക്യാൻ സീ we've read text A in detail, we've made a note of the main points and we've pulled out the important information. Moving on to text B. Text B is hydration assessment. Assessment എന്ന് പറയുമ്പം these basically mean what are the ways we can assess the patient. അവരുടെ കണ്ടീഷൻ മനസ്സിലാക്കാൻ, അവർ ഡീഹൈഡ്രേറ്റഡ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള മെയിൻ അസസ്മെൻറ്റ് ഫാക്ടേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് സേസ് ഓൺ അഡ്മിഷൻ. ഓക്കെ, ഓൺ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻറ്റ് ഈ റെസിഡൻഷ്യൽ കെയറിലേക്ക് വന്ന ഒരു സമയം മുതൽ, ഓക്കെ, ആസ് സൂൺ ആസ് ദ പേഷ്യൻറ്റ് ഇസ് അഡ്മിറ്റഡ് ദെൻ. If there is a change in the resident's condition or symptoms of dehydration, conduct an assessment including എന്തൊക്കെയാണ് points? 1. Medical history, current medication, cognitive status, continence status. പിന്നെ പറയുന്നത് resident's usual hydration habits, current fluid intake patterns, functional ability, requirements for aid such as straws or special cups. So അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. Straws. Okay. The next paragraph says, conduct a physical examination that includes. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഫിസിക്കൽ അസസ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്? The first point says, lying or standing, blood pressure. So blood pressure ആണ് ആദ്യം എടുക്കേണ്ടത്. Temperature, pulse rate and all of it is given. Next point, calculating the resident's BMI, body mass index. So ഞാനിവിടെ BMI pull out എഴുതി വെക്കുകയാണ്. Next, monitoring fluid input and urine output. അപ്പോൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുകയാണ് urine output. So if at all there is a question related to urine output, I know which paragraph, which text to look at. Over 24-hour period. 24-hour period എന്ന് പറയുമ്പോൾ what else will strike? 24-hour basically means one day, അല്ലേ? അല്ലെങ്കിൽ it could also mean immediately. So 1 day എന്നുള്ളൊരു ഐഡിയ ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കാണ്. ആൻഡ് ദർ ഇസ് വാല്യൂ ഗിവൺ. ഓക്കെ, അതൊന്ന് സർക്കിൾ ചെയ്ത് വെക്കുക. മോർ ദാൻ 700 ml.
അപ്പം urine analysis ആണ് അടുത്ത point. So that also we will pull out. Urine analysis may be an important word here. അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ color, specific gravity. Dehydration is indicated when the creatinine ratio is greater than 25 and or sodium concentrate is 148 mmol per liter. Okay, that's fine. So creatinine ratio, urine analysis, ഈ ഒരു paragraph text B യിലാണ് വരുന്നത്. Identifying observable symptoms of dehydration. So remember, ഇതൊരു assessmentന്റെ കാര്യമാണ് ഇതിൽ പറയുന്ന text B, and it also has information about symptoms that you can look out for. Okay, symptoms എന്തൊക്കെയാണ്? Dry oral mucosa and tongue, loss of skin turgor, elasticity. അപ്പോൾ skin ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നു. Check by grasping back skin on the back of the hand between two fingers so that it is tented up. Skin with poor turgor takes time to return to its normal position. പിന്നെയുള്ളത് sunken eyes, muscle weakness, increased physical frailty, constipation, small amounts of dark concentrated urine, change in mental status. Okay, so I'm just making a note that mental status is also mentioned. So you can see on screen ഞാൻ എങ്ങനെയാണ് information pull out ചെയ്യുന്നത്, underline ചെയ്യുന്നത്, circle ചെയ്യുന്നത്. So these are good practices that you can follow as you read the text. Moving on to text C. Oh, this is interesting. Text C എന്താണ്? ഒരു ടേബിൾ ആണ്. അപ്പം നമുക്ക് മിക്ക തവണയും ഈ 4 ടെക്സ്റ്റിൽ ഒരു ടെക്സ്റ്റ് എങ്കിലും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ആൻഡ് there are exams where you don't have a pictorial representation. അതായത് 4 ടെക്സ്റ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ luck to us that text C is a table. എന്താണ് ഈ ടെക്സ്റ്റ് സിയിൽ പറയുന്നത്? റെക്കമെൻഡഡ് ഫ്ലൂയിഡ് ഇൻടേക്ക് ഫോർ അഡൽട്ട്സ് ഇൻ റെസിഡൻഷ്യൽ കെയർ, ലിറ്റേഴ്സ് പെർ ഡേ. അപ്പോൾ ഇവിടെ നമ്മൾ പെർ ഡേ അല്ലെങ്കിൽ 1 ഡേ അല്ലെങ്കിൽ 24 hour പീരിയഡ് എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെയും കൂടി ഒന്ന് കുറിച്ച് വെക്കാം. ഓക്കെ, ആൻഡ് ബിക്കോസ് ഇറ്റ് സേസ് റെക്കമെൻഡഡ് ഫ്ലൂയിഡ് ഇൻടേക്ക് ഫോർ അഡൽട്ട്സ്, ഇതൊരു കമ്പാരിസൺ ആണ്. ഓക്കെ, യു ഹാവ് കമ്പാരിസൺ ഓർ എ കോറിലേഷൻ മെൻഷൻ ഹിയർ. എന്തൊക്കെയാണ് വേരിയബിൾസ് ഈ ടേബിളിലുള്ളത്? They've given height. Okay, height is one variable like 150 centimeter, 160, 170 up to 190 centimeter. പിന്നെ ഒരു അഡൽട്ടിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, 40 kg, 50 kg up to 100 kg. ഹൈറ്റും വെയ്റ്റിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇൻടേക്ക് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഗിവൺ ഇൻ ലിറ്റേഴ്സ്. അത് ഓൾറെഡി ടേബിളിൻ്റെ മേലെ തന്നെ ആസ് ഹെഡിങ് ഇസ് മെൻഷൻഡ്. 1.5, 1.6 up to 2.7 liter is mentioned here. അപ്പോൾ ഈ നമ്പേഴ്സിൽ നമുക്ക് വേറെ ഒന്നും വായിക്കാനില്ല. സോ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ടെക്സ്റ്റ് വിച്ച് ഇസ് ടെക്സ്റ്റ് ഡി. ടെക്സ്റ്റ് ഡി ഇസ് മാനേജിങ് ഹൈഡ്രേഷൻ ഇൻ ദ റെസിഡൻഷ്യൽ കെയർ കോണ്ടെക്സ്റ്റ്. മാനേജിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കൺട്രോളിങ് ഓർ ഡീലിംഗ്. നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും, മാനേജ്മെൻറ്റ് ഓർ ഡീലിംഗ് വിത്ത് എ കേസ്, അതാണ് ടെക്സ്റ്റ് ഡി. അപ്പോൾ ഞാനിവിടെ പുൾ ഔട്ട് ചെയ്തിട്ട് ഡീലിംഗ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാഫ് നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ. Right? Staff knowledge and education കുറിച്ച് പറയുന്നുണ്ട്. That is causes of dehydration in older people, maintaining adequate hydration, signs and symptoms of dehydration, fluid volumes of drinking vessels. പിന്നെ തന്നിരിക്കുന്ന 2 സബ് ഹെഡിങ്സിൽ ഒരു സബ് ഹെഡിങ് ഇഫ് എ റെസിഡൻറ്റ് ഇസ് അസസ്ഡ് ആസ് ഡീഹൈഡ്രേറ്റഡ്. അപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം? ഓക്കെ, ഓർ വാട്ട് ആർ ദി മെത്തേഡ്സ് that can be used, what can be followed. If a resident is assessed as dehydrated, ആദ്യം പറയുന്ന establish severity of dehydration. എത്ര സിവിയർ ആണ് ആ കേസ്. Second point, review the daily intake goal, increasing oral fluids as tolerated. Third, involve resident to identify their preferred fluids and intake patterns. 4, document and monitor fluid intake and output. So document, I think, might be an important word. So I'm just writing it out here as document. പിന്നെ തന്നിരിക്കുന്നത് refer to a GP considering blood tests and withholding certain medications. So GP എന്നുള്ള പോയിന്റും ഞാനിവിടെ പുൾ ഔട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. And monitor symptoms by repeating assessment. Daily if there is no or only marginal fluid intake. So when conditions തന്നിട്ടുണ്ട് ഇവിടെ. Okay, conditions, that is daily എപ്പോഴാണ് മോണിറ്റർ, when should you be monitoring daily? If there is no or marginal improvement in fluid intake.
വേറൊരു രീതിയിൽ ഇൻ 7 days ഇഫ് ഇൻടേക്ക് ഗോൾ ഇസ് അച്ചീവ്ഡ്. അപ്പോൾ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ഡെയിലി മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒന്ന് 7 days. അപ്പോൾ ഇത്രയും ഞാനിവിടെ മാർക്ക് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് പാരഗ്രാഫ്, ഓക്കെ, സോ വി ആർ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് എ ഫസ്റ്റ് സ്റ്റെപ്പ് വിച്ച് ഇസ് ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ്. ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താ തന്നിരിക്കുന്നത്? സിംറ്റംസ് ആർ റിലീവ്ഡ്, മോണിറ്റർ ദ റെസിഡൻറ്റ് ഫോർ സിംറ്റംസ് ഓഫ് ഓവർ ഹൈഡ്രേഷൻ. ഓവർ ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത് എക്സസ് ആണ്. ഓവർ എന്ന് പറയുമ്പോൾ എക്സസ് വാട്ടർ കൺസംഷൻ. അപ്പോൾ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് ഫോളോ ചെയ്യുന്ന ഈ സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ എക്സസ് ഫ്ലൂയിഡ്സ് കൊടുക്കുമ്പം ദർ ഇസ് ഓൾസോ എ പോസിബിലിറ്റി ഓഫ് ഓവർ ഹൈഡ്രേഷൻ ഓർ എക്സസ് ഇൻടേക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെ സിംറ്റംസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എക്സസ് ഇൻടേക്ക് ഓഫ് ഫ്ലൂയിഡ്? 4 പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 1 ഈസ് അൺഎക്സ്പ്ലെയിൻഡ് വെയ്റ്റ് ഗെയിൻ, നെക്സ്റ്റ് peripheral edema, 3 distension of neck veins and shortness of breath. So shortness of breath നമ്മൾ SOB എന്ന് മാർക്ക് ചെയ്യുന്നു, weight gain അപ്പോൾ weight എന്ന് മാർക്ക് ചെയ്യുന്നു. സോ ബേസിക്കലി എക്സസും ഓവർ ഹൈഡ്രേഷനും ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്കറിയാം എക്സസ് ഫ്ലൂയിഡ് ഇൻടേക്കിനെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ടെക്സ്റ്റ് ഡിയിലാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. സോ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റഡ് ആയിട്ടിരിക്കുകയാണ്, ദാറ്റ് ഈസ് ടെക്സ്റ്റ്. We've gone through text A, B, C and D in detail. So നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? 15. So we go straight to question number 15 and we try and solve 15 to 20. Okay, so moving on to question number 15. All right, great. So question number 15 to 20 എല്ലാം gap fills ആണ്, completion tasks. So let's look at the first question. Question number 15. It says patients who have problems dash may be at a risk of dehydration. Risk of dehydration. ആ വേർഡ് റിസ്ക് തന്നെ നമ്മൾ എവിടെയാണ് വായിച്ചിരുന്നത്? If we remember right, it was in text A. So patients who have problems dash may be at a risk of dehydration. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഇവിടെ കീ വേർഡ്സ് ആണ്. പേഷ്യൻസ് ഹാവ് പ്രോബ്ലംസ്. സോ ബ്ലാങ്കിൻ്റെ മുന്നേയുള്ള വേർഡ് പ്രോബ്ലംസും അതിന് ശേഷമുള്ളത് റിസ്ക് ഓഫ് ഡീഹൈഡ്രേഷൻ. സോ ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിൽ മൂവ് ഓൺ ടു ടെക്സ്റ്റ് എ. സ്ട്രേറ്റ് ടെക്സ്റ്റ് എയിലേക്ക് പോവാം. സോ ടേൺ യുവർ പേജസ് ടു ടെക്സ്റ്റ് എ ആൻഡ് ദെൻ ലുക്ക് അപ്പ് ഫോർ ദി ആൻസർ. സോ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ടെക്സ്റ്റ് എയിൽ. അത് നമ്മൾ ഏജ് റിലേറ്റഡിൽ നമ്മൾ ഡിസീസ് കണ്ടീഷൻസ് ആണ് വായിച്ചത്. പിന്നെ വി ഹാഡ് റെഡ്യൂസ്ഡ് റീനൽ ഫങ്ഷൻ, പോയിന്റ് നമ്പർ 2. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വി ഓൾറെഡി മാർക്ക്ഡ് ഇറ്റ് ആസ് പോയിന്റ് നമ്പർ 2. അവിടെ വായിക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ടീസ് വിത്ത് സ്വോളോയിങ്, ഡിമെൻഷ്യ ആൻഡ് പുവർലി കൺട്രോൾ ഡയബറ്റിസ്. ഡിഫിക്കൽട്ടീസ് വിത്ത് സ്വോളോയിങ്, അവിടെ നമ്മൾ പ്രോബ്ലം എന്ന് ക്വസ്റ്റനിൽ കണ്ടു. ഡിഫിക്കൽട്ടീസ് വിത്ത് സ്വോളോയിങ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? പേഷ്യൻസ് ഹു ഹാവ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് അതേപോലെ പിക്ക് ചെയ്തിട്ടാണ് ആൻസർ എഴുതേണ്ടത്. പേഷ്യൻസ് ഹാവ് പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടീസ് വിത്ത് സ്വോളോയിങ്. അപ്പോൾ പ്രോബ്ലം ആൻഡ് ഡിഫിക്കൽട്ടീസ് വിത്ത് സ്വോളോയിങ് ബോത്ത് ആർ വൺ ആൻഡ് ദ സെയിം അല്ലേ? ദ മീനിങ് കൺവേഡ് ഇസ് ദ സെയിം. പ്രോബ്ലം ഉണ്ട്, സ്വോളോയിങ് പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് വിത്ത് സ്വോളോയിങ്, ബോത്ത് മീൻ ദ സെയിം. സോ നമ്മൾ എത്ര വേർഡ്സ് ആണ് ഈ ടെക്സ്റ്റിന് ഇവിടെ പിക്ക് ചെയ്ത് ബ്ലാങ്കിൽ എഴുതേണ്ടത്? പേഷ്യൻസ് ഹു ഹാവ് പ്രോബ്ലംസ് സ്വോളോയിങ്, അത് മാത്രമാണ് നമ്മുടെ ആൻസർ. ഇതാണ് അറ്റ് ദിസ് പോയിന്റ് ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് യുവർ നോട്ടീസ് ടു വൺ കോമൺ എറർ ദാറ്റ് സ്റ്റുഡൻസ് മേക്ക്. അവർ ഡയറക്റ്റ്ലി ടെക്സ്റ്റിന് പിക്ക് ചെയ്തിട്ടാണ് ആൻസേഴ്സ് ഫില്ല് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? മോസ്റ്റ് സ്റ്റുഡൻസ് മൈറ്റ് ഫിൽ ഇൻ പേഷ്യൻസ് ഹു ഹാവ് പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടീസ് വിത്ത് സ്വോളോയിങ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോബ്ലംസും ഡിഫിക്കൽട്ടീസും ഓൾറെഡി മീനിങ് സിമിലർ ആണ്. അത് ഡിഫിക്കൽട്ടീസ് എന്നുള്ളൊരു ടെക്സ്റ്റിലൊരു വേർഡ് ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രോബ്ലംസ് എന്നൊരു രീതിയിൽ ഓൾറെഡി മെൻഷൻഡ് ആണ്. സോ വി നീഡ് നോട്ട് റീറൈറ്റ് ദാറ്റ്. സോ പിക്ക് ഓൺലി ദ റൈറ്റ് കൈൻഡ് ഓഫ് വേർഡ്സ്. എല്ലാം പിക്ക് ചെയ്ത് എഴുതരുത്, നമുക്ക് ഈ ഒരു ബ്ലാങ്കിൽ ആവശ്യമായ വേർഡ്സ് മാത്രം പിക്ക് ചെയ്ത് എഴുതാം. Okay, now moving on to the second question. It says urine analysis. Wow. അപ്പോൾ urine analysis എന്ന് പറയുമ്പോൾ തന്നെ you remember we had marked that word out in a text. അപ്പോൾ ടെക്സ്റ്റ് എ റിസ്ക് ഫാക്ടർ ആയിരുന്നു, ടെക്സ്റ്റ് ബി ആയിരുന്നു അസസ്മെൻറ്റ്. അപ്പോൾ യൂറിൻ അനാലിസിസ് നമ്മൾ ടെക്സ്റ്റ് ബിയിലായിരിക്കും കണ്ടിരിക്കുക, കാരണം സി എന്തായിരുന്നു? ടേബിൾ ആയിരുന്നു. ടെക്സ്റ്റ് ഡി എന്തായിരുന്നു? ഇറ്റ് വാസ് അബൌട്ട് വാട്ട് വാസ് ടെക്സ്റ്റ് ഡി? ദാറ്റ് ഈസ് റിഗാർഡിങ് ഡീഹൈഡ്രേഷൻ ആയെങ്കിൽ എന്ത് ചെയ്യണം, ഓവർ ഹൈഡ്രേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, സിംറ്റംസ് ആയിരുന്നു. സോ നമ്മൾ ടെക്സ്റ്റ് ബിയിലേക്ക് നമുക്ക് പോയി നോക്കാം. അതിന് മുന്നേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി വായിച്ചു നോക്കാം. യൂറിൻ അനാലിസിസ് റിസൾട്ട്സ് ഷോയിങ് ഹൈ ലെവൽസ് ഓഫ് സോഡിയം. യു റിമെമ്പർ നമ്മൾ ഒരുമിച്ചാണ് വായിച്ചത്. സോഡിയം വായിച്ചിരുന്നു, ക്രിയാറ്റിനിൻ റേഷ്യോ വായിച്ചിരുന്നു. ഓർ എൻ എലിവേറ്റഡ് ഡാഷ് ആർ എ സൈൻ ഓഫ്
dehydration. So നമുക്ക് ടെക്സ്റ്റ് ബി ആണ് സംശയമുള്ളത് കൊണ്ട് തന്നെ വിൽ ഗോ സ്ട്രേറ്റ് ടു ടെക്സ്റ്റ് ബി. And ഇവിടെ we've marked out, yes, urine analysis. See how easy it is to find out because we've pulled out the information. നമുക്ക് urine analysis ഈ ടെക്സ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം ഏത് ഭാഗത്താണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ടെക്സ്റ്റ് ഒന്നും കൂടി വായിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ if you look at that area where it says urine analysis, it says dehydration is indicated when the creatinine ratio is greater than 25 or sodium concentrate. അല്ലേ, ഗ്രേറ്റർ ദാൻ, ക്രിയാറ്റിനിൻ റേഷ്യോ ഇസ് ഗ്രേറ്റർ ദാൻ. സോ സോഡിയം ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. So when you're going back to the blank, it says urine analysis results showing high levels of sodium. Already mentioned ആണ്, or an elevated. Increased എന്നുള്ളൊരു വേർഡ് ഓൾറെഡി എലിവേറ്റഡ് എന്നൊരു ഫോമിൽ തന്നിരിക്കുകയാണ്. ക്രിയാറ്റിനിൻ റേഷ്യോ ഇൻക്രീസ് എന്നാണ് അവിടെ ഉള്ളത്. അപ്പം എലിവേറ്റഡ് എന്നുള്ള ഇൻക്രീസ്ഡ് ഓൾറെഡി ക്യാൻസൽ. സോ ദി ആൻസർ വി നീഡ് ടു ഫിൽ ഇൻ ഇസ് ക്രിയാറ്റിനിൻ റേഷ്യോ. സോ ഇവിടെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ മെയിൻ ഇഷ്യൂ ആണ്. ഒരുപാട് സ്റ്റുഡൻസ് പറയുന്ന ഒരു കൺഫ്യൂഷനാണ്, എത്ര വേർഡ്സ് ഫില്ല് ചെയ്യണം ബ്ലാങ്കിൽ നിന്നൊരു ഐഡിയ ഇല്ല. പലപ്പോഴും നമ്മൾ 3 വേർഡ്സ് എഴുതുമ്പം ആൻസറിൽ ഒറ്റൊരു വേർഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് 3 വേർഡ്സിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒറ്റ വേർഡാണോ 2 വേർഡ്സ് ആണോ എഴുതേണ്ടതെന്ന് ഹൗ യു ക്യാൻ മേക്ക് ദറ്റ് ഡിസിഷൻ. Okay, so I'll try solving one more question. So let's take a random question now. Okay, it says, okay, question number 18 നോക്കുകയാണെങ്കിൽ it says if the dash and mucous membrane lining. അപ്പോൾ മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് നമ്മൾ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അല്ലേ. മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് ഓഫ് ദ മൗത്ത് ആർ ഡ്രൈ, ദിസ് കുഡ് ബി ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഡീഹൈഡ്രേഷൻ. ഇൻഡിക്കേഷൻ ഓഫ് ഡീഹൈഡ്രേഷൻ, എങ്ങനെയാണ് ഡീഹൈഡ്രേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. സോ I think it not A because A റിസ്ക് ഫാക്ടേഴ്സ് ആണ്. സി നമ്മൾ ഓൾറെഡി കോറിലേഷൻ ആണ് അല്ലേ, നമ്മൾ കണ്ടുപിടിച്ച കമ്പാരിസൺ ആണ്. അപ്പോൾ മേ ബി ടെക്സ്റ്റ് ബി ആയിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു ബി. മ്യൂക്കസ് മെംബ്രെയിൻ എന്ന ടെക്സ്റ്റ് ബിയിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെയർ വി നീഡ് ടു ലുക്ക് ഫോർ. സോ മൂവിങ് ഓൺ ടു ടെക്സ്റ്റ് ബി, yeah, we've written down words like skin, mental എന്നൊക്കെ ചെയ്ത്. അപ്പോൾ ഡ്രൈ ഓറൽ മ്യൂക്കോസ ആൻഡ് ടങ്. ഡ്രൈ ഓറൽ മ്യൂക്കോസ ആൻഡ് ടങ്, ഈ 2 വേർഡ്സ് ആണ് നമ്മൾ അവിടെ കണ്ടിരിക്കുന്നത്. സോ ഗോയിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഒന്നും കൂടി വിൽ അസസ്. ഇഫ് ദ ഡാഷ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് ഓഫ് ദ മൗത്ത് ആർ ഡ്രൈ, ഡ്രൈ ഓറൽ മ്യൂക്കോസ, അത് ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പം നമ്മുടെ പാരഗ്രാഫിൽ എന്താ ഉള്ളത്, ആൻഡ് ടങ്. സോ ഇഫ് ദ ഡാഷ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ, ഡ്രൈ ഓറൽ മ്യൂക്കോസ ഓൾറെഡി മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് ഓഫ് ദ മൗത്ത് ആർ ഡ്രൈ എന്ന രീതിയിൽ തന്നിട്ടുണ്ട്, അത് പാരഫ്രേസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ ഇവിടെ? That's right. If the tongue, T-O-N-G-U-E, if the tongue and mucous membrane lining of the mouth are dry. Okay, ഒരു question കൂടി solve ചെയ്യാം. Question number 19. An increase in dash is a positive sign of overhydration. So overhydration നമ്മൾ എവിടെയാണ് വായിച്ചെന്ന് ഓർമ്മയുണ്ടോ? Yes, overhydration, excess നമ്മൾ എഴുതി വെച്ചത് text D ആണ്. So we'll go straight to text D. An increase in dash is a possible sign of overhydration. സോ ടെക്സ്റ്റ് ഡിയിൽ പോയാൽ നമ്മൾ ഓൾറെഡി എക്സസ്ന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് സ്പേസിലേക്കാണ് നമ്മൾ പോകേണ്ടത് വായിക്കാൻ. സി ഇറ്റ്സ് വെരി ഈസി റൈറ്റ് ഇഫ് വി മേക്ക് നോട്ട്സ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അൺഎക്സ്പ്ലെയിൻഡ് വെയ്റ്റ് ഗെയിൻ, ഇൻക്രീസ്. അപ്പം വെയ്റ്റ് ഗെയിൻ ഉണ്ട്, പെരിഫറൽ ഒഡീമ, ഡിസ്റ്റൻഷൻ ഓഫ് നെക്ക് പെയിൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. അപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് വെയ്റ്റ് ഗെയിൻ ആയിരിക്കണം നമ്മുടെ പോസിബിൾ ആൻസർ. സോ വി ഗോയിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. An increase in dash is a possible sign of overhydration. Increase, gain. അപ്പോൾ ഇവിടെ നമ്മൾ an increase in unexplained weight gain എഴുതണോ? വേണ്ട. An increase in weight is a possible sign. So നമ്മുടെ ആൻസർ എന്താണ്? weight. Why are we not writing unexplained weight gain? weight gain എന്തുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്? weight gain. An increase in weight gain തെറ്റാണ്. weight gain, ഗെയിനും ഇൻക്രീസും സെയിം ആണ്. സോ വി ഡിലീറ്റ് ഗെയിൻ ഫ്രം ദാറ്റ് ടേം ആൻഡ് വി യൂസ് ആൻ ഇൻക്രീസ് ഇൻ വെയ്റ്റ് ഇസ് എ പോസിബിൾ സൈൻ ഓഫ് ഓവർഹൈഡ്രേഷൻ. സോ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് 15 to 20 സോൾവ് ചെയ്യുന്നു. നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3 എന്താണ്? 8 എന്ന് പറഞ്ഞാൽ വി ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 8. സോ ക്വസ്റ്റ്യൻ നമ്പർ 8 ഇസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. We will just together try and solve 1 or 2 questions. അതേ മെത്തേഡാണ് നിങ്ങൾ റിമൈനിങ് ക്വസ്റ്റ്യൻസിലും അപ്ലൈ ചെയ്യേണ്ടത്. സോ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. വാട്ട് ഡസ് ഇറ്റ് സേ? വാട്ട് ഈസ് ദ മിനിമം വോളിയൂം ഓഫ് യൂറിൻ വിച്ച് എ ഹെൽത്തി പേഷ്യൻറ്റ് ഷുഡ് പ്രൊഡ്യൂസ് പെർ ഡേ? സോ യൂറിൻ എന്നുള്ള വേർഡ് നമ്മൾ പല ടെക്സ്റ്റിലും മാർക്ക് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
right? And we values note circle box. So I think it should be in text B. So let's go to text B and check. Right, so urine output, can you see how easy it is to make, to identify where the information is? We will pull out the information. Monitoring fluid input and urine output over 24-hour period. Normal output should be more than 700 ml. More than 700 ml ennaanu. So, our value is what is the minimum volume of urine which a healthy patient should produce per day? After 24 hours, per day. Minimum aanu. Paragraph more than 700 ml. So, this is a mistake students will make. They'll pick out more than 700 ml and write as it is. But minimum is our keyword. Minimum already our answer is 700 ml. Did you get the point? Let's look at one more question. Okay. Okay. Let's look at question number, maybe let's choose. Okay, question number 14, it says, how much fluid should a 190 centimeter man who weighs 70 kg drink each day? This is text C. So straight text C. Keywords 190 centimeter man, 70 kg. We go to text C. So text C says 190 centimeter, the last column is 70 kg. 70 is so the answer is 2.4. Right? So here what do we write? The answer is 2.4. And we also need to add liter because our table the heading liters per day. So 2.4 is the answer. Right? So here method use 8 to 14 solve. We'll go on to our last step, which is 1, and which simply means matching questions. That is 1 to 7 solve. Here we already how to determine whether a patient is suffering from dehydration. How to determine? Risk factor or assessment. So determine we assess it. That is the text. Text B. So actually without referring we can fill it in, right? So tentatively text B we'll quickly run text B and check kiya. Oh right, yes, assessment on admission BP check calculating BMI. So yes, the answer is text B. So reading the next question, the amount that patient should drink over a 24-hour period. What volume of water kudikkanam? Adu liters per day table, right? So text C. Now this method follow 1 to 7 actually text refer cheyand thanne pala answers fill in cheyan pattum. Let's look at question number 3. Information to obtain when an individual enters residential care. Enters. Admitted avunna samayam. Remember we read admission somewhere. Right. That was in text B. Adonnu cross check cheyan nammal onnu koodi text B like quickly run cheyunu. Appo avade endannu parayunnathu on admission, yes. So the answer is text B. Information to obtain. Avadeyanu nammal collect cheyendathu baaki details. Number 4 says how to deal with the case of dehydration. How to deal nu parnal endana? Management. Management nammal edu text la vaayichathu? Text D. So we can easily fill in the answers to questions 1 to 7 by the time we solve the remaining questions. So this is one favorite strategy that majority of the students use. Appo nammade strategy endana? Text 15:8:1. അതായത് ആദ്യം നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നു. ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയ വേർഡ്സ് പുൾ ഔട്ട് ചെയ്ത് എഴുതി വെക്കുന്നു. ആൻഡ് അണ്ടർലൈനിങ് സർക്കിളിംഗ് വാട്ട് എവർ ഇസ് റിക്വയർഡ്. ഡു നോട്ട് ജസ്റ്റ് സ്കിം ആൻഡ് സ്കാൻ. ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ABCD വായിക്കാം. ഈ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 to 3 minutes ഇസ് ക്രൂഷ്യൽ. അതാണ് നിങ്ങളുടെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞ് ഉടനെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 15 പോകുന്നു. 15 to 20 ആദ്യം സോൾവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3 വിച്ച് ഇസ് സോൾവിങ് ക്വസ്റ്റ്യൻസ് 8 to 14. 8 to 14 സോൾവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് 1 to 7 വിത്തൗട്ട് ആക്ച്വലി റെഫറിങ് ദ ടെക്സ്റ്റ് തന്നെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. So this is one strategy of solving reading part A. So there are many more interesting methods and strategies to solve reading part A. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാനും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ചൂസ് ചെയ്യാനും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുക,
plus download our Medcity OET app. അപ്പോൾ ഈ ആപ്പിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ഇത്രയും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഐ എം ഓൾസോ ഗോയിങ് ടു ഷെയർ മൈ പേഴ്സണൽ ഫേവറേറ്റ് സ്ട്രാറ്റജി. അതായത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു സ്ട്രാറ്റജി, ഒരു മെത്തേഡ് ഉണ്ട്, അതുകൂടി ഞാനൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യും. സോ യു ക്യാൻ വാച്ച് ഓൾ ആർ ഡിഫറെൻറ്റ് സ്ട്രാറ്റജി മെത്തേഡ് വീഡിയോസ് ഫോർ സോൾവിങ് റീഡിംഗ് പാർട്ട് എ ആൻഡ് ഡിസൈഡ് വിച്ച് ഇസ് യുവർ മോസ്റ്റ് ഫേവറേറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഏതാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഓൾ യു നീഡ് ടു ഡു ഇസ് പ്രാക്ടീസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Medcity International Academy. Trusted hands forever.